ക്രൈസ്തവ ലോകം മുഴുവനിലും ഈ കാലഘട്ടത്തിൻ്റെ വലിയ ആത്മീയ പിതാവ് നമുക്ക് നൽകിയിരിക്കുന്ന ഒരാപ്തവാക്യം, നാം എല്ലാവരും ഈശോയുടെ പ്രാർത്ഥനയിൽ ഫലം കണ്ടെത്തുന്നവരാകണമെന്നുള്ളതാണ്. ഞാൻ ക്രിസ്ത്യാനിയായി മാറുമ്പോൾ, ഞാൻ മാമോദിസ സ്വീകരിക്കുമ്പോൾ എന്നിൽ സംഭവിക്കുന്നത് ഈ ഐക്യത്തിൻ്റെ ഒരു അഭിഷേകം ഞാൻ സ്വീകരിക്കുന്നു എന്നുള്ളതാണ്. ഫ്രാൻസിസ് മാർപ്പാപ്പ പറയുകയാണ്, നമ്മളെല്ലാവരും ഒരേ ബോട്ടിൽ യാത്ര ചെയ്യുന്നവരാണ് എന്ന് പറയുമ്പോൾ നമ്മൾ തിരിച്ചറിയണം, നമ്മൾ പരസ്പര സഹായം വാങ്ങിയും കൊടുത്തുമാണ് ജീവിക്കേണ്ടത്. എൻ്റെ മുറി, എൻ്റെ മൊബൈൽ, എൻ്റെ വണ്ടി, എൻ്റേതെന്ന് കുടുംബങ്ങളിൽ കൂടുതൽ മുഴങ്ങിക്കേൾക്കുന്ന ഒരു അപകടകരമായ ഒരു സാഹചര്യത്തിലേക്ക് നമ്മൾ കടന്നുപോയിക്കൊണ്ടിരിക്കുകയാണ്. പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ ആമേൻ. ഈശോയിൽ സ്നേഹം നിറഞ്ഞവരെ, വചനം തിരുവചനത്തിൻ്റെ ഇന്നത്തെ ശുശ്രൂഷയിലേക്ക് ദൈവവചനം കേട്ടുകൊണ്ട് നമുക്ക് പ്രവേശിക്കാം. വിശുദ്ധ യോഹന്നാൻ അറിയിച്ച സുവിശേഷം അധ്യായം 17, തിരുവചനങ്ങൾ 20 മുതൽ 23 വരെ. അവർക്ക് വേണ്ടി മാത്രമല്ല, അവരുടെ വചനം മൂലം എന്നിൽ വിശ്വസിക്കുന്നവർക്ക് വേണ്ടി കൂടിയാണ് ഞാൻ പ്രാർത്ഥിക്കുന്നത്. അവരെല്ലാവരും ഒന്നായിരിക്കുവാൻ വേണ്ടി, പിതാവേ, അങ്ങ് എന്നിലും ഞാൻ അങ്ങയിലും ആയിരിക്കുന്നത് പോലെ അവരും നമ്മിൽ ആയിരിക്കുന്നതിനും അങ്ങനെ അവിടുന്ന് എന്നെ അയച്ചുവെന്ന് ലോകം അറിയുന്നതിനു വേണ്ടി ഞാൻ പ്രാർത്ഥിക്കുന്നു. നാം ഒന്നായിരിക്കുന്നത് പോലെ അവരും ഒന്നായിരിക്കുന്നതിന് അങ്ങ് എനിക്ക് തന്ന മഹത്വം അവർക്ക് ഞാൻ നൽകിയിരിക്കുന്നു. അവർ പൂർണ്ണമായും ഒന്നാകേണ്ടതിന് ഞാൻ അവരിലും അവിടുന്ന് എന്നിലും ആയിരിക്കുന്നു. അങ്ങനെ അയച്ചുവെന്നും അങ്ങനെ സ്നേഹിച്ചതുപോലെ അവരെയും സ്നേഹിക്കുന്നുവെന്നും ലോകം അറിയട്ടെ. ഈശോയിൽ സ്നേഹമുള്ളവരെ, ഇന്നത്തെ വചനത്തിൽ നമ്മൾ വായിച്ചു കേൾക്കുക ഈശോയുടെ പുരോഹിത പ്രാർത്ഥനയാണ്. യോഹന്നാൻ്റെ സുവിശേഷത്തിൻ്റെ 17-ാമത്തെ അധ്യായത്തിൽ ഈശോ തന്നോട് കൂടെ നടന്ന ശിഷ്യന്മാർക്ക് വേണ്ടി പ്രാർത്ഥിക്കുകയാണ്. ഈശോ പ്രാർത്ഥിക്കുമ്പോൾ പ്രത്യേകമായി എടുത്തു പറയുന്നത്, ഞാനും പിതാവും ഒന്നായിരിക്കുന്നത് പോലെ ഇവരും ഒന്നായിരിക്കുവാൻ ഇടയാക്കണമേ. ഇവർക്ക് വേണ്ടി മാത്രമല്ല, ഇവരിൽ കൂടി ഇനി വിശ്വസിക്കാൻ പോകുന്ന സകലർക്ക് വേണ്ടിയുമാണ് ഞാൻ പ്രാർത്ഥിക്കുക. എൻ്റെ പ്രാർത്ഥന ലോകം മുഴുവനും ഈ ഒരുമയുടെ, ഈ കൂട്ടായ്മയുടെ സുവിശേഷത്തിലൂടെ ദൈവത്തെ അറിയുവാൻ ഇടയാക്കണമേ എന്നുള്ളതാണ്. സ്നേഹമുള്ളവരെ, ക്രൈസ്തവ ജീവിതത്തിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട മാതൃക ഈശോ പ്രാർത്ഥിച്ചതുപോലെ പിതാവും ഈശോയും തമ്മിലുള്ള ഐക്യം, പരിശുദ്ധാത്മാവിലുള്ള സ്നേഹബന്ധം, അതാണ് നമ്മുടെ എല്ലാവരുടെയും കൂട്ടായ്മ. അത് സാമൂഹികമായും കുടുംബപരമായും എല്ലാം ചിന്തിക്കുമ്പോൾ നമ്മളെല്ലാവരും ഒന്നായിരിക്കുവാൻ, ദൈവ സ്നേഹത്തിൽ ഒന്നായിരിക്കുവാൻ ദൈവം ആഗ്രഹിക്കുകയാണ്. ഈ കാലഘട്ടത്തിൽ പരിശുദ്ധ പിതാവ് ലയോ 14 മാർപ്പാപ്പ തൻ്റെ ആപ്തവാക്യമായി എടുത്തിരിക്കുന്നതും ഇതേ കാര്യമാണ്. ഇൻ ഇലോ ഉനോ ഉനും എന്ന തൻ്റെ ആപ്തവാക്യം. ഇൻ ദ വൺ വി ആർ വൺ. അവൻ ഒരുവനിൽ നാം എല്ലാവരും ഒന്നാണ്. പ്രിയമുള്ളവരെ, ഇതാണ് പരിശുദ്ധ പിതാവ് ലയോ 14 മാർപ്പാപ്പയുടെ ആപ്തവാക്യം. എത്ര സുന്ദരമായ ഒരു ആപ്തവാക്യമാണിത് എന്ന് നമ്മൾ തിരിച്ചറിയുകയാണ്. ഇത് സെൻറ്റ് അഗസ്റ്റിൻ്റെ ആത്മീയതയിൽ നിന്നും അഗസ്റ്റീനിയൻ സന്യാസ സഭയുടെ ഭാഗമായിട്ടുള്ള പരിശുദ്ധ പിതാവ് ലയോ 14 മാർപ്പാപ്പ അടർത്തി എടുത്തിരിക്കുന്നതാണ്. ഇത് പ്രാർത്ഥനയാണ്, ഈശോയുടെ പ്രാർത്ഥന. അവനിൽ നാം എല്ലാവരും ഒന്നായിരിക്കണം. അവനിലാണ് നാം എല്ലാവരും ഒന്നാകുന്നത്. ഇത് വെറുമൊരു എഗ്രിമെൻ്റ് അല്ല, മറിച്ച് ഇതൊരു കമ്മ്യൂണിയന് വേണ്ടിയുള്ള പ്രാർത്ഥനയാണ്. ഇതൊരു കൂട്ടായ്മയ്ക്ക് വേണ്ടിയുള്ള പ്രാർത്ഥനയാണ്. ഇതൊരു നീക്കുപോക്കല്ല, മറിച്ച് ഇതൊരു ഐക്യത്തിന് വേണ്ടിയുള്ള പ്രാർത്ഥനയാണ്. ഇത് ഏതെങ്കിലും ഭൗതികമായ തരത്തിലുള്ള ഒരു നീക്കുപോക്കിലൂടെ സംജാതമാകുന്ന ഒരു കാര്യമല്ല, മറിച്ച് ഇത് ആത്മീയമായ ഒരു തലത്തിലെ ഉന്നതമായ ബന്ധത്തിലൂടെ ഉണ്ടാകുന്ന ഒരു അവസ്ഥാവിശേഷമാണ്. അപ്പോൾ ക്രൈസ്തവ ലോകം മുഴുവനിലും ഈ കാലഘട്ടത്തിൻ്റെ വലിയ ആത്മീയ പിതാവ് നമുക്ക് നൽകിയിരിക്കുന്ന ഒരാപ്തവാക്യം, നാം എല്ലാവരും ഈശോയുടെ പ്രാർത്ഥനയിൽ ഫലം കണ്ടെത്തുന്നവരാകണമെന്നുള്ളതാണ്.
ഞാനും നിങ്ങളുമെല്ലാം ഒന്നായിരിക്കുക. ഞാൻ ആയിരിക്കുന്ന ഇടങ്ങളിൽ അത് ആരംഭിക്കുക. എൻ്റെ കുടുംബത്തിൽ, എൻ്റെ പ്രിയപ്പെട്ടവരോടുള്ള ബന്ധത്തിൽ ഞാൻ ഇത് ആരംഭിക്കുക. എൻ്റെ ഇടവക സമൂഹത്തിൽ, എൻ്റെ ആത്മീയ ആചാര്യന്മാരുടെ നേതൃത്വത്തിൽ ഞാൻ കൂട്ടായ്മയിലായിരിക്കുവാൻ വേണ്ടിയിട്ട് പരിശ്രമിക്കുക എന്നതാണ് എൻ്റെ ജീവിത ലക്ഷ്യമെന്ന് ഈ കാലഘട്ടത്തിൽ നമ്മൾ ഓർത്തിരിക്കേണ്ടതുണ്ട്. പ്രിയപ്പെട്ടവരെ, ഇത് ഒരു ദൈവവചനവുമായിട്ട് വളരെ ആഴപ്പെട്ട് ബന്ധപ്പെടുന്ന ഒന്ന് തന്നെയാണ്. അത് 1 കൊറിന്തോസ് ലേഖനത്തിൻ്റെ 10-ാമത്തെ അധ്യായം 17-ാമത്തെ തിരുവചനമാണ്. വിശുദ്ധ പൗലോസ് അപ്പസ്തോലൻ കൊറിന്തോസിലെ സഭയ്ക്ക് എഴുതിയ 1-ാം ലേഖനത്തിൻ്റെ 10-ാമത്തെ അധ്യായം 17-ാമത്തെ തിരുവചനത്തിൽ ഇങ്ങനെ പറയുകയാണ്: അപ്പം ഒന്നേ ഉള്ളൂ, അപ്പം ഒന്നേ ഉള്ളൂ, അതിനാൽ പലരായിരിക്കുന്ന നാം ഒരു ശരീരമാണ്, എന്തെന്നാൽ ഒരേ അപ്പത്തിൽ നാം ഭാഗഭാക്കുകളാണ്. പ്രിയപ്പെട്ടവരെ, വചനം പറയുകയാണ് അപ്പം ഒന്നേ ഉള്ളൂ, അതിനാൽ ഒരേ അപ്പത്തിൽ പങ്കാളികൾ എന്ന നിലയിൽ നമ്മളെല്ലാവരും ഏക ശരീരമായി മാറുകയാണ്. ഈ ശരീരം, ക്രിസ്തുവിൻ്റെ ഈ മൗതിക ശരീരം, ഈ അപ്പം, അത് ഒറ്റ ശരീരമായി നിലകൊള്ളുവാൻ നമ്മുടെ മുമ്പിൽ വയ്ക്കപ്പെട്ടിരിക്കുകയാണ്. ഞാനും നിങ്ങളും ഈ ശരീരത്തിൽ, ഈ അപ്പത്തിൽ പങ്കാളികളാകുന്നതിലൂടെ, അനുദിനം വിശുദ്ധ കുർബാന സ്വീകരിക്കുന്നതിലൂടെ, ഞാൻ വിശുദ്ധ കുർബാന സ്വീകരിക്കുമ്പോൾ ഈശോ എന്നിലേക്ക് വരുന്നത് പോലെ തന്നെ ഞാൻ ഈശോയിലേക്കും ഒന്നാവുകയാണ്. അങ്ങനെ ഈശോയും ഞാനും തമ്മിലുള്ള ആ ഐക്യത്തിൻ്റെ ഭാഗമായി എൻ്റെ കൂടെയുള്ളവരിലേക്കും ആ ഐക്യം പടരുകയാണ്. വ്യക്തമായി മനസ്സിലാക്കുക, ഈശോ എന്നെ സ്നേഹിച്ചുകൊണ്ട് എന്നിലേക്ക് കടന്നു വരുമ്പോൾ അവിടെ സംഭവിക്കുന്ന ഒരു മറുപുറമുണ്ട്. അതെന്താണ്? അത് ഞാൻ ഈശോയിൽ ഒന്നാകുന്നു എന്നുള്ളതാണ്. അങ്ങനെ ഈശോയിൽ ഒന്നാകുന്ന ഒരു വ്യക്തി ആ ഈശോയുമായുള്ള ബന്ധത്തിൽ മാത്രം ഒതുങ്ങി നിൽക്കുന്നില്ല, ഈശോയുമായി ബന്ധപ്പെട്ട് നിൽക്കുന്ന മറ്റു വ്യക്തികളുമായും അതേപോലെ ഒരു സഹോദര്യത്തിൻ്റെ, ഒരൈക്യത്തിൻ്റെ, ഒരു കൂട്ടായ്മയുടെ ബന്ധത്തിലേക്ക് വളരുകയാണ്. പ്രിയപ്പെട്ടവരെ, എത്ര മനോഹരമായ ഒരു വചനമാണിത്. അപ്പം ഒന്നേയുള്ളൂ, അതുകൊണ്ട് പലരായിരിക്കുന്ന നാം ആ അപ്പത്തിൽ ഭാഗഭാക്കുകൾ എന്ന നിലയിൽ ഏക ശരീരമായി മാറുന്നു. ഒരു ക്രിസ്ത്യാനി എന്ന നിലയിൽ, ഒരു ക്രിസ്തുവിൻ്റെ ശരീരത്തിലെ അവയവം എന്ന നിലയിൽ, ഒരംഗം എന്ന നിലയിൽ ഞാൻ എങ്ങനെയാണ് ഈ ഐക്യത്തിലേക്ക് ഉയർത്തപ്പെടുന്നതെന്ന് എന്നെ പൗലോസ് അപ്പസ്തോലൻ ബോധ്യപ്പെടുത്തുകയാണ്. ഞാൻ ക്രിസ്ത്യാനിയായി മാറുമ്പോൾ, ഞാൻ മാമോദിസ സ്വീകരിക്കുമ്പോൾ എന്നിൽ സംഭവിക്കുന്നത് ഈ ഐക്യത്തിൻ്റെ ഒരു അഭിഷേകം ഞാൻ സ്വീകരിക്കുന്നു എന്നുള്ളതാണ്. പ്രിയപ്പെട്ടവരെ, ഇത് കുറച്ചുകൂടെ ആഴത്തിൽ, കുറച്ചുകൂടി ആത്മാർത്ഥമായി, കുറച്ചുകൂടി വ്യക്തിപരമായി നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യമാണ്. അതെന്താണ്? ഞാൻ എൻ്റെ ജീവിതത്തിൻ്റെ വ്യക്തിപരമായ ബന്ധങ്ങളിൽ ഒരുപക്ഷെ ഏറ്റവും അടുത്ത് എനിക്ക് ബന്ധപ്പെടാൻ സാധിക്കുന്ന, ഏറ്റവും അടുത്ത് എനിക്ക് ചേർന്ന് നിൽക്കാൻ സാധിക്കുന്നത് അതെൻ്റെ കുടുംബമാണ്. അപ്പോൾ ഒരു കുടുംബത്തിൻ്റെ ഐക്യം എന്ന് പറയുന്നത് അത് വിശ്വാസത്തിൻ്റെ തലത്തിൽ നിന്നുകൊണ്ട് ചിന്തിക്കുമ്പോൾ വിശുദ്ധ കുർബാനയോടുള്ള ബന്ധമാണ്. പ്രിയപ്പെട്ടവരെ, ഒരു കുടുംബത്തിലെ ഒരപ്പനും അമ്മയും മക്കളും തമ്മിലുള്ള കൂട്ടായ്മ വർദ്ധിക്കണമെങ്കിൽ വിശുദ്ധ കുർബാനയിലേക്ക് വളരണം. ഗാർഹിക സഭയുടെ ഐക്യം വിശുദ്ധ കുർബാനയോട് ചേർന്ന് നിൽക്കുന്നതിലാണ് സാധ്യമാവുക. ഇനിയും അതിൻ്റെ ഏറ്റവും കോറായിട്ടുള്ള, ഏറ്റവും കാതലായിട്ടുള്ള, ഏറ്റവും ചെറിയ രൂപമായ ഒരു ദാമ്പത്യ ബന്ധം, ഒരു ഭാര്യ ഭർത്തൃബന്ധം, ഒരു ഭർത്താവും ഭാര്യയും തമ്മിലുള്ള ബന്ധം, അതെങ്ങനെ ഐക്യത്തിലേക്ക് കൂടുതൽ വളരുമെന്ന് ചോദിച്ചാൽ അത് വിശുദ്ധ കുർബാനയിലൂടെ എന്ന് നമുക്ക് പറയാൻ സാധിക്കും. പ്രിയമുള്ളവരെ, പലരായിരിക്കുന്ന നാം, പല കുടുംബ പശ്ചാത്തലങ്ങളിൽ വളർത്തപ്പെട്ട നാം ഒരു കുടുംബമായി രൂപപ്പെടണമെങ്കിൽ മറ്റൊരു മാനുഷിക ശക്തിക്കും അത് സാധ്യമാക്കുവാൻ കഴിയുകയില്ല. അത് വിശുദ്ധ കുർബാനയ്ക്ക് മാത്രമാണ് സാധ്യമാക്കാൻ കഴിയുക. അതുകൊണ്ട് കുർബാന സ്വീകരിക്കുക എന്നത്, വിശുദ്ധ കുർബാനയിൽ ഐക്യപ്പെടുക എന്നത് അത് കേവലം ഒരു ആത്മീയ പ്രക്രിയ മാത്രമല്ല, ഒരു ഭക്താഭ്യാസം മാത്രമല്ല. വിശുദ്ധ കുർബാനയിലൂടെ ഈശോ എന്നിലേക്ക് വരുന്നത് പോലെ ഞാൻ ഈശോയിലേക്ക് ഒന്നാകുമ്പോൾ ഞാൻ അറിയാതെ അതിൻ്റെ അനുരണനങ്ങൾ, അതിൻ്റെ ഇമ്പാക്റ്റ് എൻ്റെ കുടുംബത്തിലേക്ക്, എൻ്റെ പ്രിയപ്പെട്ടവരിലേക്കൊക്കെ നൽകപ്പെടുകയാണ്. പ്രിയപ്പെട്ടവരെ, അതുകൊണ്ട് നമ്മുടെ ഈ കൂട്ടായ്മ വർദ്ധിക്കുവാൻ വിശുദ്ധ കുർബാന നമ്മളെ സഹായിക്കുമെന്നാണ് നമ്മൾ ഈ കാലഘട്ടത്തിൻ്റെ ശബ്ദമായ നമുക്ക് എല്ലാവർക്കും പ്രിയപ്പെട്ട പരിശുദ്ധ പിതാവിൻ്റെ ആപ്തവാക്യത്തിൽ നിന്ന് നമ്മൾ മനസ്സിലാക്കേണ്ടത്. ഇതുപോലെ തന്നെ മറ്റൊരു പ്രധാനപ്പെട്ട കാര്യമാണ് ഫ്രാൻസിസ് മാർപ്പാപ്പ നമ്മളെ പഠിപ്പിച്ചത്. ഞാനിപ്പോഴും ഓർക്കുന്നുണ്ട്, 2020 മാർച്ച് മാസം 27-ാം തീയതി മഴ പെയ്ത് കുതിർന്ന സെൻറ്റ് പീറ്റേഴ്സ് സ്ക്വയറിലേക്ക് പരിശുദ്ധ പിതാവ് ഫ്രാൻസിസ് മാർപ്പാപ്പ ഏകനായി നടന്നു വരുന്നത്.
ലോകമെമ്പാടുമുള്ള ക്രൈസ്തവ സമൂഹം കാത്തിരുന്നു ഒരു ആശീർവാദത്തിന് വേണ്ടി. ഊബി എത്ത് ഓർബി, ലോകം മുഴുവനും വേണ്ടിയുള്ള വലിയ ആശീർവാദം, അനുഗ്രഹം ആ പകർച്ചവ്യാധിയുടെ വിറങ്ങലിക്കപ്പെട്ട മനുഷ്യ സമൂഹത്തിലേക്ക് നൽകിയ പരിശുദ്ധ പിതാവിനെ നമ്മൾ ഓർക്കുന്നുണ്ട്. നമ്മളെല്ലാവരും ഒരേ കപ്പലിലാണ് അല്ലെങ്കിൽ ഒരേ വള്ളത്തിലാണ് യാത്ര ചെയ്യുന്നത്. നമ്മളാരും ഒറ്റപ്പെട്ട് യാത്ര ചെയ്യുന്നവരല്ല. പ്രിയപ്പെട്ടവരെ, നമ്മളെല്ലാവരും ഒരുമിച്ച് യാത്ര ചെയ്യുന്നവരാണ്, ഒരേ ലക്ഷ്യത്തിലേക്ക് യാത്ര ചെയ്യുന്നവരാണ്. നമ്മളെല്ലാവരും ഒരുമിച്ച് യാത്ര ചെയ്യുന്നുവെന്ന് പരിശുദ്ധ പിതാവ് പറയുമ്പോൾ അവിടെ പറയുന്ന ഒരു പ്രധാനപ്പെട്ട കാര്യം ഇതാണ്: നമ്മുടെ എല്ലാവരുടെയും ആശങ്കകൾ ഇന്ന് ഒന്നു തന്നെയാണ്. മാരകരോഗത്തിൻ്റെ വലിയ വ്യാപനം നടന്നുകൊണ്ടിരിക്കുന്ന സമയത്ത്, പകർച്ചവ്യാധി മനുഷ്യ സമൂഹത്തെ ഗ്രസിച്ചുകൊണ്ട് മരണത്തിൻ്റെ മുറവിളി ഉയരുന്ന ഒരു സമയത്ത് പരിശുദ്ധ പിതാവ് ഫ്രാൻസിസ് മാർപ്പാപ്പ പറയുകയാണ്, നമ്മളെല്ലാവരും ഒരുപോലെ ആശങ്കപ്പെടുന്നവരാണ്, നമ്മളെല്ലാവരും ഒന്നുപോലെ വേദന അനുഭവിക്കുന്നവരാണ്, നമ്മുടെ എല്ലാവരുടെയും സങ്കടങ്ങൾ ഒന്നാണ് ഈ കാലഘട്ടത്തിൽ നിന്ന്. പ്രിയപ്പെട്ടവരെ, നമ്മളെല്ലാവരും ഒരുമിച്ച് യാത്ര ചെയ്യുന്നവരാണ് എന്ന് പരിശുദ്ധ പിതാവ് പറഞ്ഞത് എന്തുകൊണ്ട് അങ്ങനെ പറഞ്ഞു എന്ന് പിന്നീട് അദ്ദേഹത്തിൻ്റെ ശ്ലൈഹിക പ്രബോധനങ്ങളിൽ നമുക്ക് വായിക്കുവാൻ വേണ്ടിയിട്ട് സാധിക്കും. സഹോദരങ്ങളെല്ലാവരുമേ, അല്ലെങ്കിൽ ഫ്രത്തേലി തൂത്തി എന്ന് പറയുന്ന പ്രബോധനത്തിൽ അദ്ദേഹം പറയുന്നുണ്ട്, നമ്മൾ ഈ കാലഘട്ടത്തിൽ ഒറ്റപ്പെട്ട് ജീവിക്കാൻ വിളിക്കപ്പെട്ടവരല്ല. നമ്മളെല്ലാവരും ഒരേ ബോട്ടിൽ, ഒരേ കപ്പലിൽ, ഒരേ വള്ളത്തിൽ യാത്ര ചെയ്യുന്നവരാണ്, ഒരേപോലെ യാത്ര ചെയ്യുന്നവരാണ്, ഒരുമിച്ച് യാത്ര ചെയ്യുന്നവരാണ്, ഒരേ ലക്ഷ്യത്തിലേക്ക് യാത്ര ചെയ്യുന്നവരാണ്. അതുകൊണ്ട് നമ്മളാരും ഒറ്റപ്പെട്ട് രക്ഷിക്കപ്പെടുന്നില്ല. എന്ന് പറഞ്ഞപ്പോൾ ആ കൊറോണയുടെയൊക്കെ പശ്ചാത്തലത്തിൽ, ആ പകർച്ചവ്യാധിയുടെ കാലഘട്ടത്തിൽ നമ്മൾ മറ്റുള്ളവരാൽ എത്രമാത്രം സപ്പോർട്ട് ചെയ്യപ്പെട്ടാണ് ജീവിച്ചിരുന്നതെന്ന് നമുക്ക് ബോധ്യപ്പെട്ടുവെന്ന് പരിശുദ്ധ പിതാവ് പറയുകയാണ്. അതായത് ഈ മാരക രോഗം പടർന്നു പന്തലിക്കുന്ന സമയത്താണ് നമ്മൾ മറ്റുള്ളവരിൽ നിന്നും എലിയനേറ്റ് ചെയ്യപ്പെട്ടത്, ഒറ്റപ്പെട്ട് ഇരിക്കേണ്ടി വന്നത്. അങ്ങനെ ക്വാറന്റൈൻ ചെയ്യപ്പെട്ട, അങ്ങനെ ഒറ്റപ്പെട്ട് മാറിയിരിക്കേണ്ടി വരുന്ന ആളുകളുടെ ജീവിതത്തിൽ അവർ അനുഭവിച്ച മാനസിക സമ്മർദ്ദം, മാനസികമായ വിഷമം, അത് തെളിയിച്ച ഒരു കാര്യമുണ്ട്, അത് വെളിപ്പെടുത്തിയ ഒരു കാര്യമുണ്ട്. അതായത് നമ്മളെല്ലാവരും പരസ്പരം ബന്ധപ്പെട്ട് ജീവിക്കുന്നവരാണ്. നമുക്ക് വേണ്ടിയിട്ട് ശുശ്രൂഷ ചെയ്യുന്ന, ജോലി ചെയ്യുന്ന അനേകം സഹോദരങ്ങളുണ്ട്. നമുക്ക് പല കാര്യങ്ങളും നമ്മുടെ ജീവിതത്തിൽ സുഗമമായി മുമ്പോട്ട് പോകുവാൻ നമ്മളറിയാതെ നമ്മളെ ഹെൽപ്പ് ചെയ്യുന്ന പല ആളുകളുമുണ്ട്. പലപ്പോഴും നമ്മൾ ബൗദ്ധികമായ ഒരു ചിന്ത അതിൻ്റെ പിന്നിലില്ല എന്നുള്ളതാണ് സത്യം. നമ്മൾ പലതും മനസ്സിലാക്കുന്നില്ല, നമ്മൾ പലപ്പോഴും അത് ഗ്രഹിക്കുന്നില്ല, നമ്മളത് ടേക്കൻ ഫോർ ഗ്രാൻഡഡ് ആയിട്ട് ഇങ്ങനെ മുമ്പോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ്. ഇതൊക്കെ എല്ലാവരും എനിക്ക് ചെയ്തു തരേണ്ടതാണ് എന്ന് പലരും ചിന്തിക്കുന്നു. പക്ഷേ ഫ്രാൻസിസ് മാർപ്പാപ്പ പറയുകയാണ്, നമ്മളെല്ലാവരും ഒരേ ബോട്ടിൽ യാത്ര ചെയ്യുന്നവരാണ് എന്ന് പറയുമ്പോൾ നമ്മൾ തിരിച്ചറിയണം, നമ്മൾ പരസ്പര സഹായം വാങ്ങിയും കൊടുത്തുമാണ് ജീവിക്കേണ്ടത്. പ്രിയമുള്ളവരെ, അതുകൊണ്ട് വ്യക്തി കേന്ദ്രീകൃതമായ ഒരു ജീവിത ശൈലിയിൽ നിന്ന് കൂട്ടായ്മയിലേക്കും സഹോദര്യത്തിലേക്കും നമ്മൾ കൂടുതൽ വളരേണ്ടതായിട്ടുണ്ട്. സെൽഫ് സെൻറ്റേഡ് ആയിട്ടുള്ള ഒരു ലൈഫ് സ്റ്റൈലിൽ നിന്ന് മാറുവാൻ, ഇൻഡിവിജ്വലിസ്റ്റിക് ആയിട്ടുള്ള വ്യക്തി കേന്ദ്രീകൃതമായുള്ള ഒരു ജീവിത രീതിയിൽ നിന്ന് മാറുവാൻ വേണ്ടിയിട്ട് നമുക്ക് സാധിക്കണം. ഫ്രാൻസിസ് മാർപ്പാപ്പ പറഞ്ഞ ആ വാക്കുകൾ നമുക്ക് ഓർത്തെടുക്കാൻ സാധിക്കണം. നമ്മുടെ ജീവിതത്തിൻ്റെ സാധാരണ വഴികളിൽ നമ്മളെല്ലാവരും ഒരുമിച്ച് യാത്ര ചെയ്യുന്നവരാണ്. നമ്മളാരും ഒറ്റപ്പെട്ട് രക്ഷിക്കപ്പെടുന്നില്ല. നമുക്ക് മറ്റുള്ളവരെ ആവശ്യമുണ്ട്, മറ്റുള്ളവർക്ക് നമ്മളെയും ആവശ്യമുണ്ട്. നമ്മൾ പരസ്പരം കൊണ്ടും കൊടുത്തും മുമ്പോട്ട് പോകേണ്ടവരാണ്. പക്ഷേ ഈ കാലഘട്ടത്തിൽ താൻ പോരിമയുടെ ഭാവങ്ങൾ വർദ്ധിക്കുന്നത് ഒരു വലിയ വെല്ലുവിളിയായി നമ്മൾ കാണുകയാണ്. താൻ പോരിമയുടെ ഭാവങ്ങൾ ഏറ്റവും അധികം കടന്ന് ആക്രമിക്കുന്നത് കുടുംബത്തിൻ്റെ കൂട്ടായ്മയാണ് എന്ന് നിസ്സംശയം നമുക്ക് പറയുവാൻ വേണ്ടിയിട്ട് സാധിക്കും. പ്രിയപ്പെട്ടവരെ, നമ്മുടെ എല്ലാവരുടെയും ജീവിതത്തിൽ സമ്പത്തിൻ്റെ മേഖലയിൽ, സമ്പത്തിൻ്റെ ഉപയോഗത്തിൽ, സുഖസൗകര്യങ്ങളുടെ, സാഹചര്യങ്ങളുടെ ആ ഉപയോഗങ്ങളിൽ നമ്മൾ ഇന്ന് വ്യക്തി കേന്ദ്രീകൃതമായി മാറുന്നുണ്ട്. ഞാൻ പലപ്പോഴും ഇരുന്ന് ഓർക്കാറുണ്ട്, ചെറുപ്പകാലത്ത് നമ്മൾ കണ്ടിരുന്ന ഒരു കാഴ്ചയിൽ നിന്നും എത്രയോ വ്യത്യസ്തമായ ഒരു കാഴ്ചയിലേക്കാണ് ഈ കാലഘട്ടത്തിൽ സാങ്കേതിക വളർച്ച നമ്മളെ എത്തിച്ചിരിക്കുന്നത്. നമ്മളിൽ ഭൂരിഭാഗം ആളുകളുടെയും, ഒരുപക്ഷെ ഇന്ന് 40 വയസ്സ് മുകളിലോട്ടുള്ളവർക്ക് ഒരുപക്ഷെ അറിയാവുന്നതുപോലെ നമ്മുടെ എല്ലാം വീടുകളിൽ നമ്മൾ TV എന്ന് പറയുന്ന വിസ്മയത്തെ ഒത്തിരി ആകാംക്ഷയോടെ സ്വീകരിച്ചവരാണ്. നമ്മുടെയൊക്കെ വീടുകളിൽ TV കാണുവാൻ വേണ്ടിയിട്ട്
നമ്മൾ ഒരുമിച്ചിരുന്ന് ടി വി കാണുന്ന ഒരു സാഹചര്യം ഉണ്ടായിരുന്നു. പിന്നീട് നമുക്കറിയാം ആ കാലഘട്ടത്തിൽ തന്നെ മറ്റുള്ളവർ ടി വി ഇല്ലാതിരുന്ന വീടുകളിൽ നിന്ന് പോലും പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും പോയി ടി വി കാണുന്ന ഒരു മനോഹരമായ രംഗം നമ്മളുടെ മനസ്സിൽ ഉണ്ട്. ഇന്ന് നമ്മൾ എങ്ങനെയാണ് നമ്മുടെ മാധ്യമങ്ങളെ ഉപയോഗിക്കുന്നത് എന്ന് ചോദിച്ചാൽ, ഇന്ന് ടി വി പോലെയുള്ള മാധ്യമങ്ങളുടെ ഉപയോഗം ക്രമേണ കുറഞ്ഞു വന്നിട്ട് അത് ഒരു ജനറേഷന് മുകളിലുള്ള ഒരു ഏജ്ഡ് ആയിട്ടുള്ള ജനറേഷൻ്റെ ഭാഗത്തേക്ക് മാത്രം മാറ്റിവെച്ചിട്ട് നമ്മളിന്ന് മൊബൈലിലേക്ക് ചുരുങ്ങുകയാണ്. നമ്മുടെ കയ്യിലിരിക്കുന്ന മൊബൈൽ ഫോൺ ടി വി ആയി മാറുന്നത് നമ്മൾ കാണുകയാണ്. അവിടെ എന്താണ് സംഭവിച്ചത്? എനിക്ക് എൻ്റെ ടി വി എന്ന് പറയുന്ന രീതിയിലേക്ക്, എനിക്ക് എൻ്റെ പ്രോഗ്രാം എന്ന് പറയുന്ന രീതിയിലേക്ക് ചുരുങ്ങാൻ തുടങ്ങി. നമ്മൾ ഇൻഡിവിജ്വലിസം എന്ന് പറയുന്ന അല്ലെങ്കിൽ വ്യക്തി കേന്ദ്രീകൃതമായി ഒരു ജീവിതശൈലി നമ്മളിൽ ക്രമേണ രൂപപ്പെടുകയാണ്. എനിക്ക് എൻ്റെ എന്ന ഒരാപ്തവാക്യം, എനിക്ക് എൻ്റേത് എന്ന ഒരു ചിന്താഗതി നമ്മുടെയൊക്കെ ജീവിതങ്ങളെ കടന്ന് ആക്രമിക്കുന്നത് നമ്മൾ കാണുകയാണ്. മറ്റൊന്നാണ് നമ്മുടെ കയ്യിലിരിക്കുന്ന മൊബൈൽ ഫോൺ. ഇത്രയധികം ഉപകാരമുള്ള ഒരു വസ്തു മറ്റെന്ത് സാങ്കേതികതയിൽ കണ്ടുപിടിക്കപ്പെട്ടതെന്നൊരു പക്ഷേ നമ്മളൊക്കെ ചിന്തിക്കും. പക്ഷേ നമ്മുടെ കയ്യിലിരിക്കുന്ന മൊബൈൽ ഫോൺ നമ്മുടെ കയ്യിൽ വരുന്നതിന് മുമ്പ് നമ്മുടെയൊക്കെ വീടുകളിൽ ഒരു കോമൺ ടെലിഫോൺ ഉണ്ടായിരുന്നു. വീടുകളിലേക്ക് ഫോൺ എത്തിയത് ഞാൻ മുമ്പ് സൂചിപ്പിച്ചതുപോലെ വിസ്മയകരമായ ഒരു കടന്നുവരവായിരുന്നു. ആ മൊബൈൽ ഫോൺ വരുന്നതിന് മുമ്പുള്ള കാലഘട്ടത്തിൽ ഒരു വീട്ടിലൊരു ഫോൺ റിങ് ചെയ്താൽ അതിലേക്ക് എല്ലാവരുടെയും ശ്രദ്ധ ആകർഷിക്കപ്പെടുകയും ഒരു കോമൺ പ്ലേസിലേക്ക് എല്ലാവരും ഒന്നിച്ചു കൂടാൻ പോലും അത് ഇടയാക്കുകയും ചെയ്യുമായിരുന്നു. അപ്പോൾ ഉപയോഗിക്കുന്ന ഫോണിൻ്റെ ആ ഒരു ഉപയോഗം തന്നെ മറ്റുള്ളവരിലേക്ക് കടന്നു നിൽക്കുന്നതിന് വലിയ ഒരു സാധ്യത നൽകിയിരുന്നുവെന്ന് നമുക്ക് പറയുവാൻ സാധിക്കും. പക്ഷേ ഇന്ന് എല്ലാവർക്കും അവരവരുടേതായ ലോകം സൃഷ്ടിക്കുവാൻ അവരവരുടെ കയ്യിലിരിക്കുന്ന ഈ മൊബൈൽ ഫോണിൻ്റെ സാധ്യത അവരെ കൊണ്ടുചെന്നെത്തിക്കുകയാണ്. അപ്പോൾ വ്യക്തി കേന്ദ്രീകൃതമായി വ്യക്തിപരമായി എൻ്റേത് നിൻ്റേത് എന്ന് പറയുന്ന രീതിയിലേക്ക് ഒരു വിഭജനം നടക്കുന്ന രീതിയിൽ കാര്യങ്ങൾ എത്തി നിൽക്കുന്നത് നമുക്ക് ഈ കുഞ്ഞു ഉദാഹരണങ്ങളിൽ, എന്നാൽ ആഴത്തിൽ ഇമ്പാക്റ്റ് ഉണ്ടാക്കിയ, ആഴത്തിൽ സ്വാധീനം ചെലുത്തിയ, ബന്ധങ്ങളിൽ ശിഥിലീകരണം വരുത്തിയ സംഭവങ്ങളിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കാൻ വേണ്ടിയിട്ട് സാധിക്കും. ഇൻഡിവിജ്വലിസ്റ്റിക്കായി ചിന്തിക്കാൻ തുടങ്ങി മനുഷ്യൻ, വ്യക്തി കേന്ദ്രീകൃതമായി ചിന്തിക്കാൻ തുടങ്ങി. എൻ്റെ മുറി, എൻ്റെ മൊബൈൽ, എൻ്റെ വണ്ടി, എൻ്റേതെന്ന് കുടുംബങ്ങളിൽ കൂടുതൽ മുഴങ്ങിക്കേൾക്കുന്ന ഒരു അപകടകരമായ ഒരു സാഹചര്യത്തിലേക്ക് നമ്മൾ കടന്നുപോയിക്കൊണ്ടിരിക്കുകയാണ് പ്രിയപ്പെട്ടവരെ. അതുകൊണ്ട് താൻ പൊരുമയുടെ കാലഘട്ടത്തിൽ നിന്ന് നമുക്ക് പല അപാകതകളും സംഭവിക്കുന്നുണ്ട്. ഞാൻ ഈ കാലഘട്ടത്തിൽ കണ്ടെത്തിയ ഒരു കാര്യമുണ്ട്. ഈ ഗ്രോയിങ് ഇൻഡിവിജ്വലിസം, ഈ വളരുന്ന വ്യക്തി കേന്ദ്രീകൃതമായ ജീവിതശൈലി, അത് റിലേഷൻഷിപ്പുകളെയാണ് കൂടുതലായിട്ട് ചലഞ്ച് ചെയ്യുന്നത്. സുവിശേഷത്തിൽ, ലൂക്കായുടെ സുവിശേഷം 5-ാമത്തെ അധ്യായത്തിൽ അത്ഭുതകരമായ ഒരു മീൻപിടുത്തം നമ്മൾ കാണുന്നുണ്ട്. അത്ഭുതകരമായ ഒരു മീൻപിടുത്തത്തിൽ പത്രോസിന് വലിയ മത്സ്യസമ്പത്ത് കർത്താവിൻ്റെ ഇടപെടലിലൂടെ ലഭിക്കുന്നത് നമ്മൾ കാണുകയാണ്. അങ്ങനെ കർത്താവ് പറഞ്ഞതനുസരിച്ച് രാത്രി മുഴുവൻ അധ്വാനിച്ചിട്ടും ഒന്നും കിട്ടാത്ത പത്രോസ് വലയിറക്കി. ആ വല നിറയെ മത്സ്യങ്ങളായിരുന്നു. ലൂക്കായുടെ സുവിശേഷം 5-ാമത്തെ അധ്യായം 6-ാമത്തെ തിരുവചനം, വലയിറക്കിയപ്പോൾ വളരെയേറെ മത്സ്യങ്ങൾ അവർക്ക് കിട്ടി. തുടർന്നുള്ള വചനം നമ്മൾ ശ്രദ്ധിക്കണം. അതിങ്ങനെയാണ് എഴുതിയിരിക്കുന്നത്, അവരുടെ വല കീറി തുടങ്ങി. പ്രിയപ്പെട്ടവരെ, സമ്പത്ത് വർദ്ധിക്കുകയാണ്. മത്സ്യസമ്പത്ത് അവരുടെ വലയിൽ വർദ്ധിച്ചു. പക്ഷേ ഇവിടെ വചനം, സുവിശേഷം വ്യക്തമായി എഴുതിയിരിക്കുന്ന ഒരു കാര്യമുണ്ട്. ആ സമ്പത്ത് അവരുടെ വല കീറുവാനിടയാക്കി. എന്താണ് ഈ വല എന്ന് പറയുന്നത്? വല എന്ന് പറയുന്നത് ഈ കണ്ണികൾ ബന്ധിപ്പിച്ച് ഉണ്ടാക്കിയെടുക്കുന്ന ഒന്നാണ്. ഒരു നൂലുകൊണ്ട് ഒരു കണ്ണിയെ ബന്ധിപ്പിച്ച് മറ്റൊരു നൂലുമായി ബന്ധിപ്പിച്ച് കഴിയുമ്പോൾ അവിടെ വല രൂപപ്പെടുകയാണ്. വല എന്ന് പറയുന്നത് ബന്ധങ്ങളുടെ, റിലേഷൻഷിപ്പിൻ്റെ ഒരു പ്രതീകമായി നമുക്ക് കാണുവാൻ വേണ്ടിയിട്ട് സാധിക്കണം. പ്രിയമുള്ളവരെ, നമ്മളുടെ ലോകം ഇന്ന് വളരെ വിശാലമായിക്കൊണ്ടിരിക്കുകയാണ്. നമ്മുടെ കയ്യിലിരിക്കുന്ന മൊബൈലിലൊക്കെ നമ്മൾ ഉപയോഗിക്കുന്ന കാര്യത്തിന് നെറ്റ് എന്നാണ് നമ്മൾ പറയുന്നത്. ഇൻ്റർനെറ്റിൻ്റെ ഒരു ലോകത്താണ് നമ്മളായിരിക്കുക. ഒരു വേൾഡ് വൈഡ് ആയിട്ടുള്ള ഒരു ആക്സസ് നമുക്ക് കിട്ടുന്നുണ്ട്. ഈ കാലഘട്ടം നമുക്ക് വിശാലമായ ഒരു ലോകം നമുക്ക് മുമ്പിൽ തുറന്നു തരികയാണ്. വലിയ ബന്ധങ്ങളും വലിയ ഇടപെടലുകളും ലോകത്തെമ്പാടുമുള്ള ആളുകളുമായി സാധ്യമാകുന്ന ഒരു കാലഘട്ടത്തിൽ നമ്മുടെയൊക്കെ ജീവിതങ്ങളുടെ, കുടുംബങ്ങളുടെ ഏറ്റവും അടുത്ത ഇഴയെടുപ്പം ഉണ്ടാകേണ്ട,
ഏറ്റവും അടുത്ത് കൂടെ ജീവിക്കുന്നവരുമായി ആഴത്തിൽ ഉണ്ടാവേണ്ട ബന്ധങ്ങളിൽ ശിഥിലീകരണം സംഭവിക്കുന്നു. അവിടെയാണ് ഡിസ്ട്രക്ഷൻ സംഭവിക്കുന്നത്, അവിടെയാണ് വിഭജനം നേരിടുന്നത്. എന്തുകൊണ്ട് എന്ന് ചോദിച്ചാൽ, പ്രിയമുള്ളവരെ, വ്യക്തി കേന്ദ്രീകൃതമായ ജീവിത ശൈലി നമ്മളിൽ കൂടി വരുന്നു എന്നുള്ളതാണ്. ആധുനിക ലോകം നമുക്ക് പുറമേ ഒരു വലിയ ലോകത്തേക്കുള്ള വാതായനം തുറന്നു തരുന്നുണ്ടെങ്കിൽ പോലും ആന്തരികതയിൽ അത് സൃഷ്ടിക്കുന്ന ഇത്തരത്തിലുള്ള ബന്ധങ്ങളിലെ ശിഥിലീകരണം വലിയ ഒരു അപായം അണിമുഴക്കുന്നുണ്ട് എന്ന് നമ്മൾ തിരിച്ചറിയണം. ഈ കാലഘട്ടത്തിൽ നമ്മുടെ കുടുംബങ്ങളിൽ, ബന്ധങ്ങളിൽ നമുക്ക് നേരിടുന്ന ഈ പ്രതിസന്ധിയെ ഓവർകം ചെയ്യാൻ വേണ്ടിയിട്ട്, മറികടക്കുവാൻ വേണ്ടിയിട്ട് നമുക്കെങ്ങനെ സാധിക്കുമെന്നുള്ളതാണ് നമ്മൾ ഈ തിരുവചനത്തിൻ്റെ ഈ അവസാന നിമിഷങ്ങളിലേക്ക് പ്രവേശിക്കുമ്പോൾ ചിന്തിക്കുവാൻ വേണ്ടിയിട്ട് പോവുക. പ്രിയപ്പെട്ടവരെ, എങ്ങനെയാണ് നമ്മുടെ ജീവിതത്തിൽ നമുക്ക് ഈ പ്രതിസന്ധിയെ, ഈ ബന്ധങ്ങളിൽ ഉണ്ടാകുന്ന ശിഥിലീകരണത്തിൻ്റെ മേഖലയെ മറികടക്കാൻ വേണ്ടിയിട്ട് സാധിക്കുന്നത്? ഞാൻ ഇതേപോലെ തന്നെ മറ്റൊരു അത്ഭുതത്തിലേക്കാണ് നിങ്ങളുടെ ശ്രദ്ധയെ കൊണ്ടുപോവുക. അത് യോഹന്നാൻ്റെ സുവിശേഷം 21 അധ്യായത്തിലാണ്. അവിടെയും പത്രോസ് പറയുന്നു, ഞങ്ങൾ രാത്രി മുഴുവൻ അധ്വാനിച്ചിട്ട് ഞങ്ങൾക്ക് ഒന്നും കിട്ടിയില്ല. അപ്പോഴും കർത്താവ് പറയുന്ന ഒരു കാര്യമുണ്ട്, ഞാൻ പറയുന്നത് പോലെ വലയിറക്കുക. അങ്ങനെ വലയിറക്കുന്ന പത്രോസിനും കൂട്ടർക്കും വല നിറയെ മത്സ്യം കിട്ടുന്നത് നമ്മൾ കാണുകയാണ്. യോഹന്നാൻ്റെ സുവിശേഷം 21 അധ്യായത്തിൻ്റെ 11 തിരുവചനം. വചനം ഇങ്ങനെയാണ്: ഉടനെ ശിമയോൻ പത്രോസ് വള്ളത്തിൽ കയറി വലിയ മത്സ്യങ്ങൾ കൊണ്ട് നിറഞ്ഞ വല വലിച്ച് കരയ്ക്കു കയറ്റി. അതിൽ 153 മത്സ്യങ്ങൾ ഉണ്ടായിരുന്നു. ഇത്രയധികം ഉണ്ടായിരുന്നിട്ടും വല കീറിയില്ല. പ്രിയമുള്ളവരെ, വചനം കൃത്യമായി പറയുകയാണ്, ഇത്രയധികം ഉണ്ടായിരുന്നിട്ടും വല കീറിയില്ല. ശ്രദ്ധിക്കുക, മറ്റൊരു വചനഭാഗത്ത് ലൂക്കാ 5:6 നമ്മൾ കണ്ടു, മത്സ്യത്തിൻ്റെ അധിക നിമിത്തം വല കീറി തുടങ്ങി. എന്നാൽ ഇവിടെ അതുപോലെ തന്നെ അത്ഭുതകരമായ ഒരു ഇടപെടൽ. രണ്ടിടത്തും ഈശോയുടെ അത്ഭുതകരമായ ഇടപെടലാണ് സംഭവിക്കുന്നത്. രണ്ടിടത്തും സമ്പത്ത് വർദ്ധിക്കുന്നുണ്ട്. രണ്ടിടത്തും കർത്താവിൻ്റെ ഇടപെടൽ വളരെ സജീവമാകുന്നു. കർത്താവ് അവർക്ക് അത്ഭുതം പ്രവർത്തിച്ച് അനുഗ്രഹം നൽകുന്നു. പ്രിയപ്പെട്ടവരെ, നമ്മുടെയൊക്കെ കുടുംബങ്ങളിൽ, വ്യക്തി ജീവിതങ്ങളിൽ ദൈവം എന്തെങ്കിലും തന്നിട്ടുണ്ടെങ്കിൽ അത് വലിയ അത്ഭുതമാണ്. അത് ദൈവത്തിൻ്റെ അനുഗ്രഹമാണ്, ദൈവത്തിൻ്റെ കൃപയാണ്. പക്ഷേ അത് നമ്മുടെ നാശത്തിന് കാരണമാകാതെ എങ്ങനെ ഉപയോഗിക്കാൻ സാധിക്കും? സമ്പത്ത് വർദ്ധിക്കുന്നതല്ല ഇവിടുത്തെ പ്രശ്നം. സമ്പത്തിൻ്റെ മേഖലയിൽ, ഈ സമ്പാദ്യത്തിൻ്റെ മേഖലയിൽ ശിഷ്യന്മാർക്ക് ഉണ്ടായിരുന്ന ഒരു അനുഗ്രഹത്തിൻ്റെ സാന്നിധ്യമാണ് ഇവിടുത്തെ പ്രധാനപ്പെട്ട വിഷയം. യോഹന്നാന്റെ സുവിശേഷം 21 അധ്യായത്തിൽ ആ കടൽ തീരത്ത് കനലിന്മേൽ അപ്പമൊരുക്കി മത്സ്യമൊരുക്കി കാത്തിരിക്കുന്ന, പ്രാണൻ പകുത്ത് പ്രാതൽ ഒരുക്കുന്ന ദൈവസ്നേഹത്തിൻ്റെ കാഴ്ചയുണ്ട്. പ്രിയമുള്ളവരെ, ഉത്ഥിതനായ ക്രിസ്തു, ഉദ്ധാനം ചെയ്ത ദൈവം ആ കടൽ തീരത്ത് വന്നിരിക്കുന്നത്, പ്രാതലൊരുക്കി കാത്തിരിക്കുന്നത് ശിഷ്യന്മാരുടെ ജീവിതത്തിലേക്ക് വലിയ ശക്തി കൊടുക്കുകയാണ്. അവരുടെ ബന്ധങ്ങളുടെ കണ്ണി മുറിയുന്നില്ല, അവരുടെ വല കീറുന്നില്ല. കാരണം തീരത്ത് ഒരു പ്രാതലുണ്ട് എന്ന് തിരിച്ചറിയുക. നമ്മുടെയൊക്കെ ജീവിതത്തിൻ്റെ തീരത്ത്, ഇടവക ദേവാലയത്തിൻ്റെ അൾത്താരയിൽ ഒരു വിശുദ്ധ കുർബാന സാന്നിധ്യമുണ്ടെന്ന് നാം മറന്നു പോകരുത്. സമ്പത്ത് വർദ്ധിക്കുന്നതല്ല, ദൈവാനുഗ്രഹം കുടുംബങ്ങളിൽ നിറയുന്നതല്ല ഇന്ന് ഈ കാലഘട്ടത്തിൽ ബന്ധങ്ങളുടെ ശിഥിലീകരണത്തിന് കാരണം. അതിൻ്റെ പിന്നിൽ, ആ അത്ഭുതത്തിന് പിന്നിൽ, ആ അനുഗ്രഹത്തിന് പിന്നിൽ എന്നെ ഒരുമിപ്പിക്കുന്ന, എൻ്റെ കുടുംബത്തെ ഒരുമിപ്പിച്ച് നിർത്തുന്ന, അവനിൽ ഒന്നാകേണ്ട ഒരേ അപ്പം, ഒറ്റ അപ്പം, ആ അപ്പം ഞങ്ങൾ ഭക്ഷിക്കുന്നതിലൂടെ ഞങ്ങൾ ഒന്നാകുമെന്ന വലിയ ഐക്യത്തിൻ്റെ കുദാശയായ വിശുദ്ധ കുർബാനയെക്കുറിച്ചുള്ള തിരിച്ചറിവ്, അതാണ് നമുക്ക് വേണ്ടത്. തീരത്ത് ഒരു വിശുദ്ധ കുർബാനയുണ്ട്. അൾത്താരയുടെ തീരത്തുള്ള ആ വിശുദ്ധ കുർബാനയെ, ജീവിതത്തിൻ്റെ സാഗര തീരത്തുള്ള ആ അൾത്താരയിലെ സാന്നിധ്യത്തെ നമുക്ക് തിരിച്ചറിയാം. നമുക്ക് ദൈവം ഈ കാലഘട്ടത്തിൻ്റെ ആപ്തവാക്യത്തെ ജീവിക്കാനുള്ള കൃപ തരട്ടെ. അവനിൽ നാം ഒന്നാണ്. അപ്പം ഒന്നേ ഉള്ളൂ, പലരായിരിക്കുന്ന നാം അങ്ങനെ ഏക ശരീരമായി മാറുന്നു. നാം എല്ലാവരും ഒരേ ബോട്ടിൽ യാത്ര ചെയ്യുന്നവരാണ്. നമ്മളെല്ലാവരും ഒരുമിച്ച് രക്ഷിക്കപ്പെടുന്നവരുമാണ്. അനുഗ്രഹം നൽകുന്ന ദൈവത്തെ, ആ അപ്പമായി തീർന്ന് നമ്മളോടൊപ്പമുള്ള ദൈവത്തെ തിരിച്ചറിയാം. ദൈവം നമ്മെ അനുഗ്രഹിക്കട്ടെ. നമുക്ക് പ്രാർത്ഥിക്കാം. കാരുണ്യവാനായ ദൈവമേ, കുർബാനയിലൂടെ, ഐക്യത്തിൻ്റെ കൂദാശയിലൂടെ ഞങ്ങളുടെ ജീവിത തീരത്ത് നീ ഉണ്ട് എന്നുള്ള തിരിച്ചറിവ് ഞങ്ങൾക്ക് നൽകണമേ. വിശുദ്ധ കുർബാനയോട് ചേർന്ന് നിൽക്കുവാനും ആ അപ്പത്തിൽ നിന്ന് ഭക്ഷിക്കുന്ന ഞങ്ങൾ ഏക ശരീരമായി തീരുവാനും
ഞങ്ങളുടെ ദാമ്പത്യ ബന്ധങ്ങളിലും കുടുംബ ബന്ധങ്ങളിലും ഞങ്ങളുടെ ജീവിത സാഹചര്യങ്ങളിലെ എല്ലാ സാമൂഹിക ഇടപെടലുകളിലും ആ ഐക്യത്തിൻ്റെ അഭിഷേകം നൽകണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. നിത്യം പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ സർവേശ്വര എന്നേക്കും ആമേൻ.